തിരുവനന്തപുരം കവടിയാറിലെ ഭൂമി തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതി അനിൽ തമ്പിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ചെന്നൈയിൽ നിന്നാണ് അനിൽ തമ്പിയെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റിനു, എന്താണ് കേസിന്റെ പശ്ചാത്തലം? എന്താണ് പുതിയ അപ്ഡേറ്റുകൾ? സുഹേൽ, അല്പസമയം മുമ്പാണ് കവടിയാറിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അനിൽ തമ്പിയെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ബാംഗ്ലൂരിൽ ഒളിവിലായിരുന്ന അനിൽ തമ്പിയെ പോലീസ് പിടികൂടിയത്. മ്യൂസിയം പോലീസ് അവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പിടികൂടുകയും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹം 3 മാസമായി ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡോറ ആശ്രിയ എന്ന് പറയുന്ന അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരത്ത് ജവഹർ നഗർ സ്വദേശിയാണ്. ഇവരുടെ 14 സെന്റ് ഭൂമിയും അതുപോലെ തന്നെ വൻകിട കെട്ടിടവും ഇവരുടെ രൂപസാദൃശ്യമുള്ള മറ്റൊരു സ്ത്രീയെ എത്തിച്ച് രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ച് ഇഷ്ടദാനമായി മകൾക്ക് എഴുതുന്ന തരത്തിലായിരുന്നു ഇത് തട്ടിയെടുത്തത്. ഈ അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അതായത് ആധാരം എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഇടപെടൽ നടത്തിയത്. അതിൽ മുഖ്യ കണ്ണിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന്റെ പേരിലാണ്, ചന്ദ്രബോസ് എന്ന് പറയുന്ന ഭാര്യ പിതാവിന്റെ പേരിലേക്കാണ് ഈ വസ്തുവകകൾ മാറ്റിയത് എന്നുള്ളതാണ്. ഈ ഡോറ ആശ്രിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധു അടയ്ക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തിരിമറി നടന്നതായി കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തത്. അനന്തപുരി മണികണ്ഠനെയും അതുപോലെ തന്നെ വസന്ത എന്ന് പറയുന്ന ഈ ആൾമാറാട്ടം നടത്തിയ സ്ത്രീയെയും നേരത്തെ തന്നെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള അനിൽ തമ്പിയെയും കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയുമാണ്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.